തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട്. 3 ഷിഫ്റ്റ് ചുമ്മാരി വിൽസന്റെ 3 ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ 30 സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, അത് മാത്രമല്ല, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് പറഞ്ഞു. റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാ സംവിധാനവും ചെയ്തു. എന്നതിൻ്റെ എല്ലാം വിശദാംശങ്ങളിൽ പോകുന്നില്ല. എല്ലാവിധമായ റെമഡിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, അതിനകത്ത് വീണ കല്ല്, ടെട്രാപോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടാണ് അദാനി 80% മാറ്റിയത്. അദാനിയുമായി ധാരണാപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. അദാനിയുമായി തുറമുഖത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ധാരണാപത്രം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതിൻ്റെ പുളിമുട്ടിൻ്റെ ഒരു ഭാഗം പൊളിച്ചത്. ആ പൊളിച്ചതിന് ശേഷം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനഃസ്ഥാപിക്കാൻ്റെ ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തൻ്റെ ഈ ഗവൺമെൻറ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദാനിയുടെ ഒന്നും ചെലവ് കഴിയുന്നില്ല ഞങ്ങളാരും. അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ, ഈ പ്രശ്നത്തിൽ മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുകയാണ്. നമുക്കിപ്പോൾ വിഷ്ണു കരുണാകരൻ നമ്മുടെ പ്രതിനിധി നിയമസഭയിലുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ